ഐ ഗെസ് ഇതെന്ത് സംഭവമാണ്? അതായത് ഒരു ബഹുമാനപ്പെട്ട കോടതി ഒരു വിധി കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ വിധി അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു പൗരൻ്റെ ധർമ്മം, അല്ലേ? അതായത് വിധി നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾ കോടതിയെ നന്ദി പറയുക, കോടതിയെ വല്ല ആനോളം പ്രശംസിക്കുക. വിധി നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ കോടതിയെ തെറി വിളിക്കുക, കോടതിയെ വിമർശിക്കുക. ഇതേടുത്ത പരിപാടിയാണ്. നമ്മൾ നീതിന്യായ വ്യവസ്ഥയിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ്, അല്ലേ? വിധി വിധി പ്രസ്താവിച്ചത് ബഹുമാനപ്പെട്ട കോടതിയാണ്, അല്ലാണ്ട് മാധ്യമക്കാരല്ലല്ലോ. നിങ്ങൾ ഒന്ന് പറയട്ടെ, ഞാൻ പറയട്ടെ കുറേ കാലം പറഞ്ഞില്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും വിധി പറഞ്ഞത് ജഡ്ജാണ്. ജഡ്ജി പ്രതിഭാഗത്തിൻ്റെയും വാദിഭാഗത്തിൻ്റെയും സാക്ഷിയും എല്ലാ വിസ്താരവും കഴിഞ്ഞ് അതിൽ അവസാനം അന്തിമമായിട്ട് വിധി പറഞ്ഞതാണ് ജഡ്ജ്, അല്ലേ? ജഡ്ജ്മെൻറ്റ് ചെയ്തതാണ്. ആ വിധിയെ നിങ്ങൾ കോടതിയെ ബഹുമാനിച്ചിട്ടെങ്കിലും വിധി എന്ത് തന്നെയായാലും, നിങ്ങൾക്ക് അനുകൂലമായാലും നിങ്ങൾക്ക് പ്രതികൂലം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധിയായാലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിധിയായാലും അംഗീകരിച്ചേ പറ്റൂ. അതാണ് ജനാധിപത്യം, അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. നിങ്ങളതൊന്നും നിങ്ങൾക്ക് ഘോരഘോരം പറയാം, എന്തും പറയാം, പക്ഷേ നിങ്ങൾക്ക് എന്തും പറയാം, അല്ലേ? നിങ്ങൾ കുറേ കാലം മാധ്യമത്തിലൂടെ ഇരുന്ന് നിങ്ങൾക്കിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അന്തിച്ചർച്ച നടത്താനുള്ളൊരു വിഷയം മിസ്സായതിൻ്റെ വിഷമാണ് ഈ കാണുന്ന മുഴുവൻ ആൾക്കാരുടെ വർത്തമാനങ്ങളും. അതായത് നിങ്ങൾക്ക് അന്തിച്ചർച്ചയിൽ നല്ല ദിലീപിനെ ഞാൻ കോടതി ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്തിച്ചർച്ച കൊഴുപ്പിക്കാൻ, പക്ഷേ അതിനുള്ള ഇട ഇല്ലാണ്ടായിപ്പോയി. അതിൻ്റെ ഒരു ദുഃഖത്തിൻ്റെ പേരിലാണ് നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കോടതിനെ വിമർശിക്കുന്നത്. കൂടുതലും കണ്ട് മനസ്സിലായില്ലേ? കോടതിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രത്തോളം എത്തി? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും നമ്മുടെ ജനാധിപത്യ വിശ്വാസം നിങ്ങൾക്കില്ലേ? ഈ മാധ്യമക്കാരോടാണ് ചോദിക്കുന്നത്. പിന്നെ ഒരുപാട് പ്രസ്ഥാനം നടത്തുന്ന ആൾക്കാർ, നിങ്ങൾക്ക് അനുകൂലമായ വിധി പറയാനല്ലല്ലോ ജഡ്ജി എടുക്കുന്നത്. ജഡ്ജി നിങ്ങൾക്ക് പ്രതികൂലമായ വിധി പറയാൻ, അനുകൂലമായ വിധി പറയാനുണ്ടെങ്കിൽ ജഡ്ജിൽ ആ ചേംബറിൽ ഇരിക്കുന്നത് ജഡ്ജി ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. എല്ലാ വാദവും കേട്ടിട്ടാണ് ജഡ്ജ്മെൻറ്റ് പറയുന്ന അവസാനം, അല്ലേ? ഇതെല്ലാം നമ്മളെല്ലാം നമുക്കെല്ലാം പഠിപ്പിച്ചു തന്നത്. പിന്നെ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത വിധി വരുമ്പോൾ നിങ്ങളിങ്ങനെ ചൊറിയുന്നെന്താ എല്ലാവരും കൂടിയിട്ട്? ഇതേടുത്ത മര്യാദയാണ്? ഇതൊരു മര്യാദയാണെന്നോ? ഇതേടുത്ത മര്യാദ എന്ന് പറ. ഇപ്പോൾ ഈ അന്തിച്ചർച്ചയിൽ നിങ്ങൾ കുറേ കാലം ചർച്ച നടത്തി കുറേ കാലം നിങ്ങൾ ഈ വിധി പറയുന്ന പോലെ അല്ലല്ലോ ജഡ്ജി വിധി പറയുക. നിങ്ങളിപ്പം പറയുന്ന ഇത് അവിടെ എന്താ പറയുക, ഈ അന്തിച്ചർച്ചയിൽ കുറേ ആൾക്കാർ വന്നിട്ട് വിധി പറയലും ക്രൂശിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് ഞാൻ ഇടപെടാം ഇതല്ലല്ലോ ജഡ്ജ്മെൻറ്റ്. ജഡ്ജി ഇതല്ലല്ലോ കേൾക്കുന്നത്. ജഡ്ജി വിസ്താരം മുഴുവൻ കേട്ടിട്ടാണല്ലോ വാദീൻ്റെയും വാദിഭാഗത്തിൻ്റെയും സാക്ഷികളെയും എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കിയതിന് ശേഷമല്ലേ വിധി പറയുന്നത്. അത് അംഗീകരിക്കാനുള്ള ബാധ്യത ഓരോ പൗരൻ നിലക്കില്ലേ? ഒരു ജഡ്ജി വിധി പറഞ്ഞാൽ ആ വിധിയെ മാനിക്കാനുള്ള, അതല്ല നിങ്ങൾക്ക് ആ ജഡ്ജ്മെൻറ്റിനോട് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യമായിട്ട് പബ്ലിക്കിൽ വന്നിട്ട് ജഡ്ജ്മെൻറ്റിനെ കുറ്റപ്പെടുത്താനോ കോടതിനെ കുറ്റപ്പെടുത്താനോ എല്ലാം നിൽക്കണ്ടേ. അപ്പീൽ പോയുണ്ട് മേൽക്കോടതിയിൽ. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വലിയ ആൾക്കാരായിരിക്കും, പക്ഷേ സാധാരണ ഒരു പൗരൻ്റെ നിലക്ക് ചെറിയൊരു സാധാരണ ഒരു ആളെന്ന നിലക്ക് നമുക്ക് മനസ്സിലാക്കിയ കാര്യം ഇതല്ലോ. നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ മാത്രം നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ നിങ്ങൾ കുറ്റപ്പെടുത്തുക. അത് ജഡ്ജിയായാലും ശരി കോടതിയായാലും ശരി എന്ത് തന്നെയാലും ശരി. നിങ്ങളാരാ? ഈ മാധ്യമക്കാരോടേക്ക് നിങ്ങളാണെന്നല്ലോ. നിങ്ങൾക്കൊരു ധാരണ ഉണ്ട് നിങ്ങളാണെന്ന് മൊത്തം. മനസ്സിലായ? നിങ്ങളൊന്നല്ല മൊത്തം, അത്രയേ ഉള്ളൂ. നിങ്ങളൊന്നല്ല മൊത്തം. നമ്മളെ നാട്ടിലൊരു നിയമമുണ്ട്, നീതിയുണ്ട്, എല്ലാം ഉണ്ട്. അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കും. നിങ്ങളങ്ങ് തീരുമാനിക്കല്ലോ ഒരാൾ കുറ്റം ചെയ്തിനോ ഇല്ലയോ. ആ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റം ചെയ്തില്ലെങ്കിൽ തെളിയിക്കേണ്ടത് തെളിവല്ല അവിടെ പ്രശ്നം. തെളിവാണ് വേണ്ടത്. അല്ലാണ്ട് വെറുമ്പാക്കോട് ഒരാളെ പറയാനോ ആരെയും പിടിച്ച് ഉള്ളിലിടാനും പറ്റും. പക്ഷെ തെളിവ്, അതാണ് വേണ്ടത്. തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും. നമ്മളെല്ലാം പഠിച്ചതാ. നിങ്ങളിത് പിന്നെ നിങ്ങൾക്ക് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ അന്തിച്ചർച്ചയിൽ ഒരു വിഷയം വിട്ടുപോയി. എല്ലാം സെറ്റാക്കി വെച്ച് സ്ക്രിപ്റ്റെല്ലാം റെഡിയാക്കി വെച്ചിട്ട് എല്ലാം സെറ്റായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇടിവെട്ടി പോലെ ഇങ്ങനൊരു വിധി വന്ന്. അതോടുകൂടി എല്ലാറ്റിൻ്റെയും താളം തെറ്റി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് അടുത്തെന്തെന്നാ ചെയ്യേണ്ടതെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇനി ഇതെല്ലാം മാറ്റി എഴുതേണ്ട സ്ക്രിപ്റ്റല്ലോ.
ഈ ഒരു വിഷയം മാറ്റി എഴുതുക, മാറ്റി ആൾക്കാരെ പങ്കെടുപ്പിക്കേണ്ട കാര്യമില്ല. ഇനി കംപ്ലീറ്റ് മത്സരമല്ല ഇപ്പോൾ. ആൾക്കാരെ പങ്കെടുപ്പിച്ചിട്ട് മറ്റേ അന്തിച്ചർച്ച നടത്തിയിട്ടുള്ള മത്സരമല്ല. ആ മത്സരം ആരെയൊക്കെ ഉൾപ്പെടുത്തണം, ഈ ഒരു ഗതികെട്ടൊരു ചിന്തയായിപ്പോയില്ല ഇപ്പോൾ. അതല്ലേ നിങ്ങളെ പ്രശ്നവും. വേറെ ഒന്നും പ്രശ്നമോ? വേറെ ഇവിടെ എന്തെന്നാ പ്രശ്നമോ? ഇപ്പോൾ മനസ്സിലായ ഇവിടെ എന്തെന്നാ പ്രശ്നമോ? ആർക്കാ പ്രശ്നമോ? ഇപ്പം ഒരു ജഡ്ജ് വിധി പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ്, അവിടെ മാറ്റർ കഴിഞ്ഞ്. ഒരു ജഡ്ജ് ഈ 7 കൊല്ലം കഴിഞ്ഞിട്ടുള്ള വിധി, 7 കൊല്ലം നടന്ന കേസിൻ്റെ വിധി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞവിടെ. മനസ്സിലായില്ലേ? പിന്നെ അതിനെ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്കെന്താ കാര്യം? നിങ്ങൾക്കെന്താ കിട്ടുന്നത്? ജനങ്ങൾക്കെല്ലാം അറിയാം. ഒരുവിധമെല്ലാം ജനങ്ങൾക്കറിയാം. നമ്മളെ നാടിൻ്റെ നീതിന്യായ വ്യവസ്ഥയും ജനാധിപത്യത്തെയും അംഗീകരിക്കാനും അതിനുള്ള നമ്മളത് മൊത്തത്തിൽ അംഗീകരിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് വേണം. ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ ജഡ്ജി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധി നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു പൗരൻ്റെ ധർമ്മം. അതെങ്കിൽ നിങ്ങൾ മാധ്യമക്കാരായാലും ശരി, ഈ പറയുന്ന ആൾക്കാരായാലും മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ സെറ്റ്.